ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകണമേ, നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ തരാൻ വേണ്ടിയല്ല യേശുമ്പരാൻ ആ ദൈവരാജ്യത്തിലാക്കാനല്ലേ ഭൂമിയിൽ ദൈവം മനുഷ്യനായിട്ട് പറഞ്ഞത്. യേശു മനുഷ്യനായിട്ട് ഇപ്പം നമ്മുടെ വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, ലോകത്തിൽ യേശുവിനെ പറ്റി ഏറ്റവും ഉദാത്തമായ വാക്ക് പറഞ്ഞത് വിവേകാനന്ദ സ്വാമിയാണ്. മനുഷ്യനായി ജനിച്ച ദൈവമായിട്ട് ആരാധിക്കാൻ യോഗ്യതയുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. മനുഷ്യരോട് വെളിപ്പെടുത്തിയ ആളാണ് വിവേകാനന്ദ സ്വാമി. അപ്പോൾ അതിൻ്റെ സാഹചര്യം, വിവേകാനന്ദ സ്വാമിനെ കൊണ്ട് സായിപ്പ് പള്ളിയിൽ ചെന്നപ്പോൾ അന്നത്തെ കാലത്ത് തലയത്തൊപ്പിയൊക്കെ വെച്ച് വിവേകാനന്ദ സ്വാമിനെ ഉള്ളിൽ കയറ്റിയില്ല. അപ്പോൾ വിവേകാനന്ദ സ്വാമി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഇറങ്ങി വന്ന് സോറി പറയാൻ വന്നപ്പോൾ യേശുവിനെ പറ്റി പറഞ്ഞ, യേശുവിൻ്റെ വലിയ ഫോളോവറാണ് ശ്രീനാരായണ ഗുരു, വിവേകാനന്ദ സ്വാമി, മഹാത്മാഗാന്ധി. ഞാൻ അവരുടെ വലിയ കട്ടഫാനാട്ടോ. യേശുവിൻ്റെ പിന്നെ ഫാനല്ല, യേശു എൻ്റെ സർവസ്വം, എൻ്റെ കർത്താവാണ്. ഇത് എന്നെ സംബന്ധിച്ച് കറക്റ്റാട്ടോ. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും, തൻ്റെ കൈകളുടെ പ്രവർത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും. ഞാൻ ഈ വചനം പറഞ്ഞ വീഡിയോ ഇട്ടിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും എടുത്ത് പറയണത് ആദ്യത്തെ വചനം കേൾക്കുന്ന ജാതി മത ഭേദമന്യാട്ടോ ഇത് കേൾക്കണത്. അതാട്ടോ ദൈവത്തിൻ്റെ എല്ലാവരുടെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുക. ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ മാത്രമല്ല പരിശുദ്ധാത്മാവ് വസിക്കുന്ന, എല്ലാ ജാതിയുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്നുള്ള ഇത് തെളിവാണ്. ജാതി മത ഭേദമന്യ എന്നോട് പറയണ ഈ വചനം എല്ലാം പഠിച്ചു. വചനമാണ് ദൈവം. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ചു എന്ന് വെച്ചാൽ നല്ലത് പറഞ്ഞാൽ നല്ലതുണ്ടാകും. നമ്മൾ അടി കൂർണത് ഈ നാവ് കൊണ്ട്, അനുഗ്രഹം പറയണത് ഈ നാവ് കൊണ്ട്, ചീത്ത പറയണതെല്ലാം. അപ്പം നാവിനെ ശത്രു മുമ്പിലിരിക്കുമ്പോൾ നിൻ്റെ വായടച്ച് സൂക്ഷിച്ചോളാനല്ലേ പറയണേ. അപ്പം നമ്മളെപ്പോഴും ശത്രു എന്ന് പറയുന്നത് ഒരാളെ അല്ല ഉദ്ദേശിച്ച, പിശാചിനെയാണ്. അപ്പം നമ്മളെപ്പോഴും നാവിൽ ഉപ്പിനാ രുചിയേറിയത് യേശുവിൻ്റെ കൃപയോടുകൂടിയ വാക്കുകൾ മാത്രം പറഞ്ഞതെന്ന് എപ്പോഴും പ്രാർത്ഥിക്കാൻ ഞാൻ എപ്പോഴും അങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ നാവിനെയൊക്കെ സമാധാനത്തിൻ്റെ യേശു വേഗത്തിൽ പിശാചിനെ, എന്നിലുള്ള വല്ല പിശാചിൻ്റെ ഇതുണ്ടെങ്കിൽ പിശാചിനെ വേഗത്തിൽ കാലിൻ്റെ ചുവട്ടിലിട്ട് ചവിട്ടി മെതിക്കണേ, ആമേ എന്ന് പറഞ്ഞ് എന്നെ തന്നെ എന്നും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ മുഖാന്തരം ആ ഒരു പ്രശ്നങ്ങൾ ഒരേടത്തും ഉണ്ടാകാണ്ടൊക്കെ ഇരിക്കാനേ, സമാധാനം ഉണ്ടാകാൻ. ഇതിൻ്റെ വിലയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടു കേട്ടോ. ബനാറസ് സിൽക്കിൻ്റെ സാരി ഇതൊക്കെ റീസ്റ്റോക്ക് വയ്ക്കുമ്പോൾ ഇനി എന്തോരം കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഡയബിളൊന്നും അല്ലെന്ന് കേട്ടോ തോന്നുന്നത്. വിലയൊന്നും വലിയ കാര്യമായിട്ടില്ല. എത്രയാണ് ഇത് കണ്ടോന്ന്? ഇത് നമ്മൾ 2000-ക്കൊക്കെ വിറ്റത് ഇപ്പോൾ 1399. ഇതാണ് മെറ്റീരിയലിന് വ്യത്യാസം കാണും. നിങ്ങൾ 2000-ക്ക് എടുത്തവരാരും ദുഃഖിക്കേണ്ട. ഇത് കണ്ട എന്ത് സ്റ്റൈലാണ്. 1399 രൂപയുള്ളൂ. ബ്ലൗസ് പീസ് ഇതാട്ടോ. ഇത് ഓണത്തിനല്ല, കല്യാണം കൊടുക്കാൻ, എൻഗേജും മധുരം വെപ്പിന്, മാമോദീസയ്ക്ക്, എല്ലാത്തിനും. ഞാൻ പൗലോ കുഞ്ഞിൻ്റെ മാമോദീസയ്ക്ക് ഇത് കൊടുത്തിട്ട് ഡൈ ചെയ്യിച്ചു. അത് ഡയബിൾ അറിഞ്ഞെടുത്ത് ഇത് നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാർ അന്വേഷിച്ച സെറ്റായിരുന്നു. ഒരു 3-4 മാസമായി എന്നായാലും. അന്ന് ബുക്ക് ചെയ്തിട്ട് ഇപ്പോഴാട്ടോ കിട്ടണേ. കട്ട് വർക്കിൻ്റെ ഫുൾക്കാരി 1790 ഉള്ളൂ കേട്ടോ. വില കാരണമാട്ടോ ഇതെല്ലാവരും എടുത്തേ. ഫുള്ള് കട്ട് വർക്ക്. ഈ ഫുൾക്കാരി അല്ല, തെച്ചി കോട്ടൺ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇങ്ങനെ സോഫ്റ്റാണ്, ഇങ്ങനെ ഭയങ്കര സോഫ്റ്റാക്കാനോ ഒന്നുമില്ല. ഇത് ബ്ലൗസ് പീസ് പ്ലെയിനാന്ന് തോന്നുന്നു അല്ലേ? ഇതാ ബ്ലൗസ് പീസ്. ഇതിൽ ബ്ലൗസ് ഇങ്ങനെ ഫുള്ളിങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. 1790 ഉള്ളൂ വില. ഓണത്തിനൊക്കെ പ്രസൻറ്റ് കൊടുക്കാനും ഒക്കെ. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ലോ, ഇച്ചിരി നല്ല സാരിയൊക്കെ അല്ലേ ആൾക്കാർ പ്രസൻറ്റ് കൊടുക്കണതൊക്കെ. അവർക്ക് കട്ട് വർക്കുമാണ്. 1790. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. നല്ല കളേഴ്സുമാണ്. എങ്ങനെ എല്ലാവരും ഓണത്തിന് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ട് കൊടുക്കൂല. അപ്പം അന്നേരം അന്വേഷിക്കുമ്പോൾ നമുക്കൊന്നും കിട്ടില്ല. ഇപ്പം ആണെങ്കിൽ ഇതേ വേണ്ട സാരിയുണ്ട്. നിങ്ങൾ ഈ ഓൺലൈൻ കണ്ടിട്ട് പിന്നെ നിങ്ങൾക്കൊന്നും എടുക്കാൻ തോന്നില്ല. വേറെ പുറത്ത് പോയി പെട്ടെന്ന് എടുത്തു, വെബ്സൈറ്റിൽ ചാടി എടുത്തു. അല്ലെങ്കിൽ 4 ഓൺലൈൻ പിള്ളേരുണ്ട്, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ലൈലാക്ക് 1790 ഉള്ളൂ. അടിപൊളി സാരിയാണ്. ബ്ലൗസ് പീസിൽ ഈ വർക്കില്ല കേട്ടോ. സൂപ്പറാണ്. ലൈറ്റ് ലൈലാക്ക്
ഫങ്ഷന് ചെറിയ ഫങ്ഷന് കൊടുക്കാം. അല്ല ഫാഷൻ ഔട്ടാവില്ല. കട്ട് വർക്കൊക്കെ ആയത് കാരണം ഇത് നോക്കാം ദൂരം കട്ട് വർക്കാന്ന് നോക്കാം. ഇങ്ങോട്ട് നോക്കാം. കട്ട് വർക്കൊക്കെ എന്ത് മനോഹരമായിട്ടാണ് ചെയ്തേക്കണേ. നല്ലൊരു പേസ്റ്റൽ പീച്ച് കളർ. അടിപൊളി സംഭവമാട്ടോ. അല്ലേ ലൈലാക്കിൻ്റെ വേറെ ഒരു കളർ. ലൈലാക്കിൻ്റെ തന്നെ ഇപ്പോൾ ഒത്തിരി കളേഴ്സ് ഫാഷൻ. അടിപൊളി സെറ്റ്. സൂപ്പർ ഹിറ്റ്. പെട്ടെന്ന് എടുത്തോ. ഗ്രാൻഡ് സെറ്റുകളാട്ടോ. 179 എന്നെ എവിടെയോ മനസ്സുപോയി. ഇതാ മനുഷ്യൻ്റെ കാര്യം. മഹാ അത്ഭുതമല്ലേ മനുഷ്യൻ. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഇപ്പോൾ എൻ്റെ അപ്പക്കൂട്ടനുള്ള ഓസ്ട്രേലിയ പുറത്ത് വരെ പോവാം, അല്ലെങ്കിൽ പൗലോ കുഞ്ഞിൻ്റെ അടുത്ത് പോവാം. ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും വീഡിയോയുടെ മുമ്പിൽ. അതാണ് മനുഷ്യൻ്റെ മനസ്സ്. ഇത് മഹാത്ഭുതം അല്ല ദൈവത്തിൻ്റെ സൃഷ്ടി. യേശുപ്പാ സ്തോത്രം. ഇനി ബനാറസിൻ്റെ നമ്മുടെ ഒരു വീഡിയോ വരും കേട്ടോ. നമ്മളൊരു വീഡിയോ, ഒരു വലിയ യൂട്യൂബർ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഷെൽമി ഇങ്ങനത്തെ ബനാറസിൻ്റെ സാരി കൊടുത്തേക്കണം, എന്ത് ഭംഗിയാണ്. അപ്പോൾ ഷെൽമി പറഞ്ഞു ഇനി അപ്പടി എല്ലാവരും ഇത് ചോദിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ തന്നെ ബനാറസാണ്. അതെ, ബനാറസൊക്കെ എടുത്തോ, കനോ ഇല്ല. പുള്ളിക്കാരിക്ക് ഇനി ഇഷ്ടപ്പെട്ടു പോയി. 1699 ആട്ടോ. നല്ല പേസ്റ്റ് ചാർക്കോൾ ആൻറ്റിക് സിൽവർ കളക്ഷനാണ്. കനയില്ല. ഇതൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ ഒറിജിനലിലൂടെ കാണണം. ഈ ബനാറസിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും തമ്മിൽ ഡിഫറൻസ് ഇല്ലാത്തൊരു സാരിയാണ് ബനാറസ്. ഞാൻ ബനാറസിൻ്റെ 4-5 സാരി എടുക്കാൻ കാരണം അതാ. വലിയ വിലയില്ലാണ്ട് എനിക്ക് ഏത് ഫങ്ഷനും കാഞ്ചീപുരത്തിനാകുമ്പോൾ നമുക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യും. ഇതൊട്ടും ഫീൽ ചെയ്യില്ല. അപ്പോൾ കാഞ്ചീപുരം ഒരു സൈസ് മൊത്തം ഇതുള്ള നമ്മളെന്ത് ചെയ്തോളം വീഡിയോകളുണ്ട്. അതിനൊന്നും ഡിഫറൻസ് ഫീൽ ചെയ്യില്ല കേട്ടോ. ചിലതൊക്കെ കണ്ടാൽ അറിയാമല്ലോ. പിന്നെ ഒറിജിനൽ കാഞ്ചീപുരത്തിനൊക്കെ ഇപ്പം എന്നാ വില. ബ്ലൗസ് പ്ലെയിൻ ആട്ടോ. നല്ല സാരികളാണ്. പെട്ടെന്ന് എടുത്തു. ബ്ലൗസ് പീസ് പ്ലെയിൻ ആട്ടോ. അടിയിൽ ഇങ്ങനെ വർക്ക് വരും. ഇനി നമ്മൾ സെമി ടെസർ സാരി കുറേ നാളായില്ല ഇത് കണ്ടിട്ട്. നല്ലൊരു ഡിസൈനും, നല്ല ഡിസൈൻ. റേറ്റ് 1190 ഉള്ളൂ കേട്ടോ. ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ ഈ തവണ ഓണം രേവതിയോടൊപ്പം കേട്ടോ. രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കയറുക. ലൈറ്റ് ഇതിൻ്റെ കൂടെ ഒരു ലൈറ്റ് വെയിറ്റ് സ്വർണ്ണം യൂസ് ചെയ്യുക. സ്വർണം മേടിച്ചാലും നശിക്കില്ല, അത് വേറെ കാര്യം. അപ്പോൾ വിൽക്കാൻ ചെന്നാൽ വിലയുണ്ടോ അങ്ങനെയൊക്കെ ഓർക്കും. വില സെയിം പേപ്പറിൽ കാണുന്ന വിലയ്ക്ക് നമ്മളെടുക്കും കേട്ടോ. 916 ആണെങ്കിൽ പൈസ വേണമെങ്കിൽ പൈസയും കിട്ടും. സൂപ്പർ സംഭവമാണ്. ബ്ലൗസ് പീസ് ഇങ്ങനെ ഇതാട്ടോ. ബ്ലൗസ് പീസ് സൂപ്പർ, നല്ല രസമില്ലേ. കാണിച്ചിട്ട് ഒത്തിരി കാലമായത് കാരണം
ഇത് വീഡിയോ ഇടുന്ന വഴി പോണ സമയോടെയല്ല, ഒറ്റ പീസിലാണ്ട് പോകും. പെട്ടെന്ന് നിങ്ങൾ പിന്നെ വെബ്സൈറ്റിൽ ചാടി എടുത്താൽ കിട്ടും. ഇല്ലേ ഓൺലൈൻ പിള്ളേരായിട്ട് കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടും ഫോൺ വിളിച്ചിട്ട് അവരെടുത്തില്ല എന്നെ വിളിക്കുക. 9447575564. ഈ പിള്ളേരോട് എപ്പോഴും എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. എടുക്കാണ്ടിരുന്നാൽ നിങ്ങൾ എന്നെ വിളിച്ചേരാം. വഴക്ക് പറയോ? എന്തോരം വഴക്ക് പറയണം. പിന്നെ വഴക്ക് പറയാണ്ടാണോ? നമ്മളെയൊക്കെ കുടുംബത്തിൽ വഴക്ക് പറയണില്ലായിരുന്നു. എൻ്റെ അടുത്ത് ജീവിച്ച മനുഷ്യരെ തീ കുരുത്തത് വെയിലത്ത് വാടൂലെന്ന് പറഞ്ഞാലേ പണ്ട് മുതലേ. ഞാൻ പണ്ട് പിള്ളേരോട് ഒത്തിരി ചീത്ത പറഞ്ഞിട്ട് പറയും, നിങ്ങൾക്ക് അമ്മായിയമ്മ ഇനി പോരെടുത്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല, ഇതിലും വലിയ അമ്മായിയമ്മേനെ കണ്ടിട്ടാണ് ഞങ്ങൾ വന്നതെന്നൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയും. ലൈറ്റ് ലൈലാക്ക് ഒരു സിൽവർ കോമ്പിനേഷന്. ഞാൻ മുഖത്ത് നോക്കി ഉള്ളതൊക്കെ അങ്ങ് പറഞ്ഞ് നല്ല ചീത്ത പറയും. എൻ്റെ മക്കളെ അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ പൊക്കിക്കൊണ്ടിരുന്ന പിള്ളേരതൊക്കെ കേൾക്കണം. നമ്മളൊക്കെ അതെല്ലാം കേട്ട് വന്നേക്കണം. എൻ്റെ അമ്മച്ചേരി എടുത്തുനിന്ന് വന്നാലും ഞാൻ പിടിച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നണം. ഒരു താർച്ചയിൽ ആരെന്ത് പറഞ്ഞാലും ഒരു ഏക്കൊന്നുമില്ല. അമ്മച്ചിയുടെ വായന്ന് കേട്ട അത്ര ആരും പറയണില്ലല്ലോ. ഇത് ബ്ലാക്കിൽ എന്ത് രസമല്ലേ ഡിസൈൻ. ഇനി ഭയങ്കര സിൽക്കിൽ വന്നേക്കോട്ടൊരു സൂപ്പർ ഡിസൈൻ. പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ്. അടിപൊളി സംഭവങ്ങളാട്ടോ. നല്ല കളർ ചാർട്ടല്ലേ. ഈ തോണത്തെ സാരി ഒന്നും ഒരെണ്ണം പോലും ഇരുന്ന് പോകില്ല. കംപ്ലീറ്റ് പെട്ടെന്ന് തീരും കേട്ടോ. പ്ലെയിൻ ബ്ലൗസ് അടിപൊളിയാണ്. ഓണം സ്പെഷ്യലാണ്. ഇത് കണ്ടാലും ഇതിൻ്റെ പടം എന്തെങ്കിലും ചാർട്ടർ ബുക്ക് പോലെ. മൊഡാൽ സെമി മൊഡാൽ സാരികൾ. ആ പച്ചയുടെ പടം കേട്ടോ. ഒരു ബുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. 999 രൂപയുള്ളൂ. സാരി കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഭാവി കിട്ടുമായിരിക്കും. ഇതാ ബ്ലൗസ്. ഒറിജിനൽ മൊഡാൽ പോലെയൊക്കെ തോന്നിക്കണേ. സെമി മൊഡാലാ. 999 ഉള്ളൂ അല്ലേ? പെട്ടെന്ന് എടുക്കും. അടുത്ത പടം. ഇതിൻ്റെ പടം കാണിക്കാൻ. ഇതിൻ്റെ പടം ഇതിൽ കാണിച്ച് കളർത്തി ആ പുറത്ത് അത് വയ്ക്കണം. ആ പുറത്ത് തന്നെ അതേ നിൽക്കണം. ബ്ലൗസ് ഇതുപോലെ തന്നെ ബ്ലാക്ക് ആയിരിക്കും കേട്ടോ. പ്ലെയിൻ ബ്ലൗസ് പീസ്. ശരിക്കും ഒറിജിനൽ മൊഡാൽ പോലെ അല്ലേ? ഈ ഡ്യൂപ്ലിക്കേറ്റുകാരനെയും കൊണ്ട് തോറ്റു അല്ലേ? ഇപ്പോൾ ഒറിജിനൽ മൊഡാൽ മേടിച്ചവരുടെയൊക്കെ ചങ്ക് എത്തുമായിരിക്കും. കണ്ടാൽ സെയിം പോലെ. എന്ത് ചെയ്യാം? എന്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്? ഈ സ്വർണത്തിൻ്റെ ഒക്കെ ഇങ്ങനെയാണ്. ഈ അടിപൊളി ഭയങ്കര ഹൈലൈറ്റ് ചെയ്യുന്ന സ്വർണത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തല്ലേ എല്ലാവരും സ്വർണം. ചിലർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇടുമ്പോൾ അലർജിയൊക്കെ ഇല്ല. ഇതിൻ്റെ ബ്ലൗസ്. ഇതിൻ്റെ പടം. ഇതിൻ്റെ പടം ഇതിലുണ്ട്. എല്ലാത്തിനെയും പടമുണ്ട്. ഇതാട്ടോ. കണ്ടില്ലേ? ഒന്നും നോക്കൂല. പർപ്പിൾ നാനോളെ. ഈ ബുക്ക് അവർ തന്നു വിട്ടത് ചിരിക്കാൻ പറ്റൂല. ഇനി ഈ ഡിസൈൻ കിട്ടുമെന്ന് ആർക്കറിയാം. ഈ സ്റ്റോക്ക് കിട്ടുമെന്ന് തന്നെ ദൈവത്തിനാണ്. ട്രിപ്പിൾ 9 ഉള്ളൂ കേട്ടോ. അടിപൊളി. അപ്പോൾ ശരിക്കും ഒറിജിനൽ മൊഡാൽ പോലെ അതിൻ്റെ ആ തെന്നലും ഇതൊക്കെ ഉണ്ട്. എങ്ങനെ ഇങ്ങനെ സാധനം ഉണ്ടാക്കണം.
ഒന്നും പറയണ്ട. ഒറിജിനൽ വിലണത് ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റാന്ന് എനിക്ക് തോന്നുന്നു. സ്വർണം പിന്നെ ഇങ്ങനെ മേടിച്ചാൽ നമുക്ക് അസറ്റാണ്. ഡ്യൂപ്ലിക്കേറ്റ് കുറച്ച് കഴിഞ്ഞ് കളറ് പോയി സാധനങ്ങൾ മേടിക്കുമ്പോൾ നഷ്ടമല്ലേ. ഡ്രസ്സ് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചാലും പ്രോബ്ലം ഇല്ല. ഒറിജിനൽ മേടിച്ചാലും വിറ്റാൽ കാശൊന്നും കിട്ടുമല്ലോ. ഇതാട്ടെ കുത്തിയാൻ വെച്ചു. ഇതിലേതെങ്കിലും ആയിരിക്കും അത്. പക്ഷേ ഏതാ മേളത്തെ പൊന്നെ. ട്രിപ്പിൾ 9. ഇത് നമ്മുടെ സോഫ്റ്റ് സിൽക്കിൻ്റെ സാരി ആക്കിയിട്ട് കുറേ നാളായില്ല. എന്ത് പഞ്ഞിയാന്ന് നോക്കി ഇങ്ങോട്ട് നോക്കാം. വെറൈറ്റി. ഇത് കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ. ഞാൻ ചെന്നപ്പോഴത്തേനും അപ്പഴും തീർന്നൊന്നും പറയണ്ട. അതെ എത്ര 1299 ഉള്ളൂ. നിങ്ങൾ കണ്ടാൽ ഞെട്ടും. ഇപ്പോൾ ഫങ്ഷനുകളുടെ സമയമാണ്. ബ്ലൗസ് പീസ് ഇതാണ്. സൂപ്പർ സംഭവമാണ്. ഈ ടിഷ്യൂ കാഞ്ചീപുരം ഇല്ലേ, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്. 25,000 ടിഷ്യൂ കാഞ്ചീപുരത്തിന് വില. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് 1299. എങ്ങനെ ഒറിജിനൽ എടുക്കും? എനിക്ക് വേണമെങ്കിൽ ടിഷ്യൂ കാഞ്ചീപുരത്തിൽ സോഫ്റ്റാണ്. എന്നൊക്കെ ഈ കല്യാണത്തിന് പോകാനുള്ളവർ കുറേ പേര് ഒരുങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. ആങ്ങളയുടെ കല്യാണത്തിന്, അനിയൻ്റെ കല്യാണം, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഈ സൈസ് അത് ഒതുങ്ങൂല. അതിന് മിഷനിലിട്ട് ഒതുക്കുക. ഇത് നന്നായിട്ട് ഒതുങ്ങും. അതും ഇതുകൂടെ കണ്ട വ്യത്യാസമേ അറിയില്ല. 1299 ഇതുള്ളൂ. ഇപ്പോൾ ആരും ഒന്നിച്ചങ്ങ് കയറി ചെല്ലുമ്പോൾ സദസ്സിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഇതറിയില്ല. ബ്ലൗസ് ഇതാട്ടോ ബ്ലൗസ്. ടിഷ്യൂ കാഞ്ചീപുരം. എന്ത് രസമല്ലേ, കണ്ട എന്ത് ഗ്രാൻഡ് ലുക്കാല്ലേ. അടിപൊളി സംഭവം കേട്ടോ. പിന്നെ വേറെ ഡിസൈനൊക്കെ ഉണ്ട്. എനിക്ക് ഈ ഡിസൈൻ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അടുത്ത തവണ വേറെ ഡിസൈനൊക്കെ എടുത്തുകൊണ്ട് വരാം. എനിക്കാണ് എല്ലാം വെറൈറ്റി കേട്ടോ. ഈ വെറൈറ്റി തന്നെ ഇത്രയും 8 സൈസിലൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞാൽ റീസ്റ്റോക്ക് ഒന്നുമില്ല. ഈ കോട്ടയുടെ സിൽക്കി കോട്ടയുടെ ഇത് രസം. ഈ അരികത്തെ ബോർഡർ നോക്കി. ഡിസൈനർ സാരി ആട്ടോ. പ്ലെയിൻ ബ്ലൗസ്. ബ്ലൗസ് എന്ത് അകത്ത് പ്ലെയിൻ ബ്ലൗസ്. 1190 ഉള്ളൂ. 1190 രൂപയുള്ളൂ. എന്ത് ഭംഗിയാന്ന് നോക്കി. ഇതൊക്കെ ഇപ്പം തന്നെ തീരും. പെട്ടെന്ന് എടുത്തു. ഓണം വരുമല്ലേ. ഓണം പണ്ട് പള്ളിപ്പെരുന്നാളിന് എടുക്കുമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. എന്തെങ്കിലും ആഘോഷം വരുമ്പോൾ തുണി എടുക്കുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, എപ്പോഴും എടുക്കലാലോ. 1190 സൂപ്പർ സംഭവം. അടിപൊളിയല്ലേ. ലൈലാക്ക് സൂപ്പർ സംഭവം. ഗ്രാൻഡ് സംഭവമാട്ടോ. 1190. നേവി ബ്ലൂവിൽ സഫയർ. സൂപ്പർ സംഭവമാണ്. 1190. അതെ, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കാര്യം മറക്കണ്ടല്ലോ. ഓണത്തിന് ലൈറ്റ് വെയ്റ്റിൻ്റെ എന്തോരം ഐറ്റം തന്നെയെന്ന് പറയാം. ഹെവി വെയ്റ്റും ലൈറ്റ് വെയ്റ്റും എല്ലാം ഉണ്ട്. ഇപ്പം യേശുവിൻ്റെ കൃപയാൽ ഒരു കല്യാണ പാർട്ടി അപ്പുറം ഇരിപ്പുണ്ട്. കല്യാണ പാർട്ടിയൊക്കെ വന്നു തുടങ്ങി. യേശുവെ സ്തോത്രം. വലിയ ആഗ്രഹമായിരുന്നു. അവരമ്മയും മോളും ഒത്തിരി അകലക്കാരാണ്. ഇത് കണ്ട് വന്ന് അവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമോ ഞാൻ പോകുന്നപ്പോൾ. ഇതേ ബ്ലാക്ക് സൂപ്പർ സംഭവം. 1190.
ബ്ലൗസ് പ്ലെയിൻ. അടിപൊളി സംഭവമാണ്, അടിപൊളി സംഭവമാണ്. ബ്ലാക്ക് ലിനൻ സാരി തീർന്നിരിക്കുമായിരുന്നു. നേവി ബ്ലൂ ഇതിൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ. പ്ലെയിൻ ബ്ലൗസാണെന്ന് തോന്നുന്നു. പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് ബോർഡർ 1299. അതിങ്ങനെ ഇതിങ്ങനെ ദിനം കാണുമ്പോൾ പഴങ്കഞ്ഞിന്ന് തോന്നുമെങ്കിൽ കൊടുത്താൽ ഒരു സ്റ്റാൻഡേർഡാണ്. ആദ്യമൊക്കെ എല്ലാവരും എൻ്റെ ഡിസൈൻ വ്യത്യാസം, ആദ്യമൊക്കെ എല്ലാവരും ലിനൻ സാരി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എടുക്കാനൊക്കെ. ഇപ്പോൾ ഇടിച്ച് കുറച്ച് എടുത്തും സുഖം കണ്ടാലും എന്ത് ഭംഗിയാണ്. ഒരു പേളിൻ്റെ മാലയും കൂടെ അങ്ങിട്ട് ഹാ അടിപൊളി ഡിസൈൻ കാണിച്ചാട്ടോ. കുറേ ഡിസൈൻ ഉണ്ടാവും. ഇതിൻ്റെ കെട്ടൊക്കെ പൊട്ടിക്കുമ്പോൾ ഒത്തിരി ഡിസൈൻ കിട്ടും. ബോർഡർ കൂടെ കാണണമല്ലോ. പ്ലെയിൻ ബ്ലൗസും അരികത്ത് ബോർഡറും. അങ്ങനെ വരും. 1299 ഇങ്ങനെ വന്നെ. അങ്ങനെ വരും കേട്ടോ. നല്ല ഇങ്ങനെ അതിൽ ബ്രൗൺ പറഞ്ഞോണ്ടേ 1299. ഇനി ഇത് വിചിത്ര സിൽക്കിലെ ബ്ലാക്ക് സ്റ്റോണും കൊണ്ട്, സാധാരണ നമ്മൾ സിൽവർ വൈറ്റ് അല്ലേ, ഇത് ബ്ലൂമിങ് വിചിത്രയാട്ടോ. കുറഞ്ഞ വിചിത്രയല്ല, ബ്ലൂമിങ് വിചിത്രയിൽ ബ്ലാക്ക് സ്റ്റോൺ വർക്ക് സൂപ്പറാട്ടോ. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരിക്കും. എന്ത് രസമാട്ടോ. ഇവിടെയൊക്കെ ഒരു ബോർഡർ പോലെ ഇതൊക്കെ വെച്ചിട്ട് സാരി ഫോളും വെക്കണ്ട. എന്ത് ഭംഗിയാണ് കാണാൻ. 1050 രൂപയുള്ളേ. ഇത് കുറേ നാളിങ്ങനെ സാരി കൊടുത്തു കഴിഞ്ഞിട്ട് ഹാഫ് സാരി, സ്കേർട്ട്, ലാച്ച അങ്ങനെയൊക്കെ തയ്ക്കാം. 1050. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം. ഇത് കണ്ട് ഒത്തിരി ആളായില്ലേ. അടിപൊളി സംഭവം, അടിപൊളി സംഭവം. വെറും 1050 രൂപ. എന്താ ഭംഗി. റാണി പിങ്ക് അടിപൊളി. 1050 രൂപ. അടിപൊളി സെറ്റ് 1050 രൂപ. നേവി ബ്ലൂ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ സാരിയുടെ സെലക്ഷൻ കിട്ടിയില്ലേ. ഈ സാരിക്ക് സെലക്ഷൻ ഇല്ലെന്ന് വിഷമിക്കണ്ട. ഇത് കണ്ടിട്ട് നിങ്ങൾ കടയിൽ നിന്ന് നോക്കിക്കുക സാരിയുടെ സെലക്ഷൻ എന്തോരം ഉണ്ടെന്ന്. അഹങ്കാരം കൊണ്ടൊന്നും പറഞ്ഞല്ലോ കേട്ടോ. യേശുവിൻ്റെ കൃപയാൽ ഒത്തിരി വെറൈറ്റി കിട്ടി. ഇതെന്നാ അങ്ങനെ ശരിയാവില്ല. ഈ കുഞ്ഞു ബോർഡറിൽ ഇങ്ങോട്ട് വരണ്ടേ. തെറ്റിച്ചു. ഇതാ ഒരറ്റം ഇങ്ങനെതാ. ഇങ്ങനെയാ ഇതുകൊണ്ട് എന്ത് രസമുള്ള സാരിയാ. ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ്. എന്ത് ഒരെണ്ണഴിച്ച് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് ഒരു അടുക്കി വെച്ചേക്കണം. തെറ്റിച്ച സാരി അടിക്കുമ്പോൾ മൊത്തം അഴിഞ്ഞു പോവാം. മടക്കി തരണ്ടേ. എത്രയാ വില? 590 രൂപയുള്ളൂ കേട്ടോ. ഈ സാരി അപ്പടി ഇപ്പം തന്നെ തീരും കേട്ടോ. എന്താ ഭംഗിയില്ലേ, നല്ല അല്ലേ. അടിപൊളിയല്ലേ. 590 ഉള്ളി. അടിപൊളി കളേഴ്സ്. എൻ്റെ അമ്മേ എന്തൊരു ഭംഗിയില്ലേ.
ഇതൊക്കെ നമുക്ക് സാരി കൊടുത്തു കഴിഞ്ഞിട്ട് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. നമുക്ക് ഒത്തിരി ഡ്രസ്സൊക്കെ തയ്ക്കാം. 590. ഇതൊക്കെ റീസ്റ്റോക്ക് കിട്ടുമെന്നൊന്നും എനിക്കറിഞ്ഞോളൂ കേട്ടോ. പെട്ടെന്ന് എടുക്കും. വെബ്സൈറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു ചാടി വെബ്സൈറ്റിൽ എടുക്കുക. അപ്പോൾ പിന്നെ സമാധാനം ഉണ്ടല്ലോ. ഇനി വെബ്സൈറ്റിൽ എടുക്കുന്നവർക്ക് കൊറിയർ ചാർജ് വേണ്ടെന്ന് വല്ലതും പറഞ്ഞ് ഓഫർ ഇടാൻ പോകാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ. വെബ്സൈറ്റിൽ എടുക്കുവാണെങ്കിൽ ഗുണം കൂടുതലുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് കഷ്ടപ്പെടുന്നില്ല. എവരെന്നെ തല്ലി കൊല്ലുക ഓൺലൈൻ പിള്ളേർ കണ്ടുപിടിച്ച് നോക്കുവാൻ നേരം 4 പേര് ഓൺലൈൻകാരുണ്ട്. എൻ്റെ അമ്മയെ വെബ്സൈറ്റുകാർ നോക്കിയിരുന്ന് ചിരിക്കണ്ട്. അപ്പം വീഡിയോ ഇട്ടിട്ട് പോലെ ഇങ്ങനെ ഒന്ന് ലൈക്ക് അടിച്ചേ, ഒന്ന് ഷെയർ ചെയ്തേ. ആ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊന്ന് ഫോളോ ചെയ്തേ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.